നമസ്കാരം. RVSന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് MAT മീൻസ് GA MAT 101ൻ്റെ തേർഡ് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് പഠിക്കുന്നത്. ലാസ്റ്റ് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താണെന്ന് പഠിച്ചല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമ്മളിന്ന് ഇതിൽ പഠിക്കാൻ പോകുന്നത്, ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കുമാണ്. അപ്പോൾ എന്താ കുഞ്ഞുങ്ങളെ നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പഠിച്ചു വെച്ചേക്കുന്നത്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് of a function in a given direction u at a point is equal to del f dot vector u അല്ലേ. ഇതിൽ യു എന്ന് പറയുന്ന ആളെന്തുവാ? യു എന്ന് പറയുന്ന ആൾക്കൊരു പ്രത്യേകതയുണ്ട്. യു എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റർ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. സപ്പോസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് നമുക്ക് യു ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്റ്റർ എന്തുവാണ്? വെക്റ്റർ എ ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ എന്നൊക്കെ ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തു. ഒരു വെക്റ്റർ തന്നിട്ടുണ്ട്, അത് യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ വെക്റ്റർ എ ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ എന്നുള്ള രീതിയിലായിരുന്നില്ലേ യൂണിറ്റ് വെക്റ്റർ ഫൈൻഡ് ചെയ്തത്. ഈ യൂണിറ്റ് വെക്റ്ററിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മളിപ്പോൾ ചെയ്ത എല്ലാ പ്രോബ്ലം നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അതിനകത്ത് യു എന്ന് പറഞ്ഞ് കിട്ടിയ ആളുടെ മോഡുലസ് ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്കുക. സപ്പോസ് നമുക്ക് യു എന്ന് പറഞ്ഞൊരു വെക്റ്റർ -1/√2i + 1/√2j എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. അതിൻ്റെ മോഡുലസ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഐയുടെ കോയിഫിഷ്യൻ്റ് സ്ക്വയർ പ്ലസ് ജെയുടെ കോയിഫിഷ്യൻ്റ് സ്ക്വയർ പ്ലസ് കെയുടെ കോയിഫിഷ്യൻ്റ് സ്ക്വയർ. ഐയുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ -1/√2ൻ്റെ സ്ക്വയർ. അപ്പോൾ മൈനസ് പ്ലസ് ആവും. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. √2ൻ്റെ സ്ക്വയർ 2 ആയിട്ട് മാറും. പ്ലസ് 1/√2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന 1 തന്നെ. √2ൻ്റെ സ്ക്വയർ 2. അപ്പോൾ 1 + 1 ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയത് കാരണം ന്യൂമറേറ്റർ ആഡ് ചെയ്യുക അല്ലേ. 1 + 1 എന്താ 2. അപ്പോൾ 2/2 എന്ന് വരത്തില്ലേ. റൂട്ടിനകത്ത് 2/2 എന്ന് പറഞ്ഞാൽ √1. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? √1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഏതൊരു യൂണിറ്റ് വെക്റ്റർ ആണെങ്കിൽ, അതായത് വെക്റ്റർ എ ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ എന്നുള്ള ഫോമിൽ ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1 എന്നായിരിക്കും അതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഇതെൻ്റെ കുഞ്ഞുങ്ങളിവിടെ പണ്ടേ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് പറയാൻ പോകുന്ന പ്രോപ്പർട്ടിക്കകത്ത് വേണം, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇനി കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്ന രണ്ട് വെക്റ്റർ ഉണ്ടെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്റ്റർ ബി ഇൻറ്റു കോസ് തീറ്റയാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കും എന്തുവാണ് ഈ കോസ് തീറ്റ എന്ന്? കോസ് തീറ്റ എന്ന് വേറെ ഒന്നുമല്ല, ഇതാണ് നമ്മുടെ വെക്റ്റർ എ എന്ന് വിചാരിക്കുക, ഇത് വെക്റ്റർ ബി. രണ്ട് വെക്റ്റർ, ഈ രണ്ട് വെക്റ്ററിനിടയ്ക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ രണ്ട് വെക്റ്ററിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഈ മൾട്ടിപ്ലൈ ചെയ്ത് കോയിഫിഷ്യൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്കിങ്ങനെ മോഡുലസ് ഓഫ് വെക്റ്റർ എയും മോഡുലസ് ഓഫ് വെക്റ്റർ എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആംഗിൾ അറിയാമെങ്കിൽ ഇൻറ്റു കോസ് തീറ്റയും കൂടെ നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോമുല നമുക്ക് കുഞ്ഞു ക്ലാസ്സിൽ അറിയാമെന്നുള്ളത് കൊണ്ട് നമ്മുടെ ഇവിടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അല്ലേ പഠിക്കുന്നത്. എന്തിനാണ് പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവിനകത്ത് കണ്ടോ ഡോട്ട് പ്രോഡക്റ്റാണ് ഉള്ള ഡെൽറ്റ എഫ് ഡോട്ട് വെക്റ്റർ യു. അപ്പോൾ ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് എപ്പോഴും ഐയും ജെയും കെയും ഉള്ളൊരു വെക്റ്ററാണ്. യു എന്ന് പറയുന്നത് ഒരു വെക്റ്ററാണ്. അപ്പോൾ ഈ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഫോമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇയാളെ വേണമെങ്കിൽ മോഡുലസ് ഓഫ് ഡെൽറ്റ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് വെക്റ്റർ യു ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം അല്ലേ. അപ്പോഴേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്റ്റർ ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ യു എന്ന് പറയുന്ന ആൾ യൂണിറ്റ് വെക്റ്ററാണ്, അപ്പോൾ അതിൻ്റെ മോഡുലസ് എപ്പോഴും എന്താ? 1 ആണ്. സോ ഇത് എങ്ങനെയായി മാറും? ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റ എന്ന് മാറും. പ്രോപ്പർട്ടി എവിടെ ടീച്ചറേയും ചോദിച്ചാൽ പ്രോപ്പർട്ടീനെ കുറിച്ച് ഇതാ പറയാൻ പോകുന്നുള്ളൂ. ഈ കോസ് തീറ്റയാണ് ഈ പ്രോപ്പർട്ടി ഉണ്ടാവാനായിട്ട് കാരണമാകുന്നത്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പഠിച്ചത്? കുഞ്ഞു ക്ലാസ്സിലാണ് പഠിച്ചത്. അതിൻ്റെ ഗ്രാഫൊക്കെ നമുക്കറിയാം അല്ലേ. കോസ് തീറ്റയുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കാം? സപ്പോസ് ഇത് എക്സ് ആക്സും വൈ ആക്സും ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് കോസ് തീറ്റയുടെ ഗ്രാഫ് പോവുക. എന്തുവാ ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത? നമുക്ക് കോസിൻ്റെ വാല്യൂ അറിയാം. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 1 ആണ്. കോസ് π/2 എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. കോസ് π എന്ന് പറഞ്ഞാലോ -1. കോസ് 3π/2 അഗെയിൻ 0. കോസ് 2π 1. അതായത് കോസിൻ്റെ ആൻസർ നിങ്ങൾ ശ്രദ്ധിച്ചോ, 1 വരുന്നുണ്ട്, പിന്നെ 0 -1 0 1. അതായത് ഏത് വാല്യൂ മാത്രമേ പോസിറ്റീവ് വരുന്നുള്ളൂ? 1ഉം. നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ -1. അതിനേക്കാളും വലിയ വാല്യൂ ഒന്നും കോസിന് വരുന്നില്ല. ചെറിയ വാല്യൂ -1 വരെ വരുന്നുള്ളൂ, അതിലും ചെറിയ വാല്യൂ വരുന്നില്ല. അതായത് ഇതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഇത് 0, അവിടെ കോസ് 0യുടെ വാല്യൂ കണ്ടോ? 1 എന്നാണ് വന്നിരിക്കുന്നത്. ഇത് π/2 ആണെന്ന് വിചാരിക്കുക, അവിടെ കോസിൻ്റെ വാല്യൂ 0 കണ്ടോ. ഇവിടെ എത്തിയപ്പോഴേക്കും ഇത് പൈ എത്തിയപ്പോഴേക്കും ഇതെന്താ? 1. അടുത്ത ഇതെന്ന് പറയുന്നത് 3π/2 അഗെയിൻ 0. അഗെയിൻ കോസ് 2π എത്തുമ്പം ഈ ഗ്രാഫ് മുകളിലോട്ടാണ് പോകാൻ പോകുന്നത്. തിരിച്ച് ഗ്രാഫ് ഇങ്ങനെ തിരിച്ച് താഴോട്ട് വരും. ഓക്കെ. അതേപോലെ ഇതിപ്പോൾ പോസിറ്റീവ് സൈഡിൽ, നെഗറ്റീവ് സൈഡിലേക്ക് പോകുമ്പോൾ ഇത് 0 ആണെങ്കിൽ എന്താണ്? ഇത് -π/2. കോസ് -π/2 0. കോസ് ഓഫ് -π -1. കോസ് ഓഫ് -3π/2 അഗെയിൻ 0.
ഇത് തന്നെ നോക്കിക്കേ, കോസ് ഓഫ് -π എന്ന് പറയുമ്പോഴേക്കും നമുക്ക് 1 വേണം, ഗ്രാഫ് മുകളിലേക്ക് പോകും. അപ്പോൾ ഈ വേവ് ഫോമാണ് വരണത്. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്ന കാര്യം എന്ത് മാത്രമാണ്, കോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ -1നും 1നും ഇടയ്ക്കാണ് നിൽക്കുന്നത്. അത് ഇവിടെ നോക്കിക്കേ, -1 to 1. ഏത് ഗ്രാഫ് പോയാലും അടുത്ത് വീണ്ടും ഇവിടുന്ന് 1 മുതൽ -1 വരെ, -1 മുതൽ 1 വരെ ഈ തരത്തിലെ ഗ്രാഫ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. വേറെ വാല്യൂസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വേവ് തന്നെ കിട്ടിയത്. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കാര്യം, കോസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഏതൊക്കെ വാല്യൂവിനിടയ്ക്കേ നിൽക്കത്തുള്ളൂ. കോസിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് മാക്സിമം 1 വരെ പോകാം, മിനിമം -1 വരെ ആൻസർ കിട്ടത്തുള്ളൂ. കോസിൻ്റെ ആൻസർ മാക്സിമം എന്ത് വരെ വരും, 1 വരെ വരും. മിനിമം എന്ന് പറഞ്ഞാൽ -1 വരെ ആൻസർ വരത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഈ കോസ് തീറ്റ കിടക്കുന്നുണ്ടോ, ഈ കോസ് തീറ്റ എപ്പോഴും മാക്സിമം വാല്യൂ തരും, എപ്പോൾ മിനിമം ആവും. കോസ് തീറ്റ മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയുടെ ആൻസർ എന്താവണം, കോസ് തീറ്റ = 1 വരണം. മിനിമം ആവുക എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ = -1 വരണം. അപ്പോൾ ഈ പടം നോക്കിക്കേ, കോസ് തീറ്റ എപ്പോഴൊക്കെ 1 ആയി, കോസ് 0 വന്നപ്പോൾ 1 ആയി. കോസ് ഇവിടെ 2π വരുമ്പോഴും കോസിൻ്റെ വാല്യൂ എന്താവുന്നുണ്ട്, 1 ആവുന്നുണ്ട്. കോസ് ഓഫ് -2π വരുമ്പോഴും കോസിൻ്റെ വാല്യൂ 1 ആവുന്നുണ്ട്. നമുക്കതിൽ ഏറ്റവും ചെറിയ ആളെ എടുക്കാം, 0. തീറ്റയുടെ വാല്യൂ 0 ആവുമ്പോൾ കോസിൻ്റെ വാല്യൂ 1 ആവുന്നുണ്ട്. കോസ് തീറ്റയ്ക്ക് മാക്സിമം ആൻസർ കിട്ടുന്നുണ്ട്. അതുപോലെ തീറ്റയുടെ വാല്യൂ -1 ആവുന്നത് എപ്പോഴേക്കാണ്, തീറ്റയുടെ വാല്യൂ -1 ആവുന്നത് π -π ഇത് വരുമ്പോഴാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേക്കും 3π -3π ഒക്കെ. ഞാൻ അപ്പോൾ അതിനകത്ത് പോസിറ്റീവ് വാല്യൂ എടുക്കണം. π എടുക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും, തീറ്റയുടെ വാല്യൂ -1 കിട്ടും. ഓക്കെ, ഇനി ചില കേസിൽ കോസ് എന്തുമായി പോകാം, 0 ആവുന്ന കേസും ഉണ്ട്. അപ്പോൾ ഈ 3 കേസിലും ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഈ ഫോമിലേക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസ്, വെൻ തീറ്റ ഫസ്റ്റ് കേസ് നമുക്ക് വന്നത് തീറ്റ = 0. തീറ്റ 0 ആയപ്പോഴാണ് കോസ് 0 എന്ന് പറയുന്നത് എന്തായി, കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് 1 ആയി. 1 ആവുക എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയുടെ വാല്യൂ മാക്സിമം വന്നു. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് കേസ്. കോസ് തീറ്റയുടെ വാല്യൂ മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ കോസ് 0 വന്നു എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ 1 ആവുക എന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്ന ഫോമിൽ എങ്ങനെയായി മാറി, മോഡുലസ് ഓഫ് ∇f എന്നായി. അപ്പോൾ അത് ഇവിടെ ഫസ്റ്റ് പ്രോപ്പർട്ടി പഠിച്ചു. നമ്മളെടുത്ത് തീറ്റ 0 ആവുന്ന കേസിൽ നമ്മളൊരു ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും, അവിടെ മോഡുലസ് ഓഫ് ∇f ഫൈൻഡ് ചെയ്യാതെ. ഈ ∇f എന്ന് പറയുന്നത് ഗ്രേഡിയൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. എന്താണ്, ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെ നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻക്രീസ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച്, ആ റേറ്റ് ഓഫ് ചേഞ്ചിനെ നമ്മളെന്ന് പറയുന്നത് ∇f എന്ന് പറയുന്നത്. അത് ഇൻക്രീസസും ആവാം ഡിഗ്രീസസും ആവാം. അപ്പം ഇത് പോസിറ്റീവ് വാല്യൂ ∇f എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണമെങ്കിൽ പ്രോപ്പർട്ടി 1 ഇതാണ്, ഒരു പോയിന്റ് ഇതാണ്. അടുത്ത രണ്ടാമത്തെ ഒരു പോയിന്റ് ഇവിടെ ശ്രദ്ധിച്ചോളൂ, എഫ് ഇൻക്രീസസ്, ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചോദിക്കേ, മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ∇f, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ∇f. ഓക്കെ, അപ്പോൾ 2 കാര്യം നമ്മളിവിടെ പഠിച്ചു, 2 ഫോമുലയാണ് നമുക്ക്. നമ്മളെടുത്ത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്തായി മാറും, തീറ്റ 0 ആവുന്ന കേസിലാണ്. ഇത് തീറ്റ മാക്സിമം വാല്യൂ, കോസിൻ്റെ മാക്സിമം ആവുന്ന കേസിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ∇f. അതുകൊണ്ട് തന്നെ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ∇f. ഇനി ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടത്, ഈ ആംഗിളിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എയും ബിയുടെ ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ എന്ന്. അപ്പോൾ തീറ്റ = 0 ആവുക എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇത് ∇f ആണെന്ന്, ഈ ഫിഗറിൻ്റെ അർത്ഥം ഇത് ∇f-ഉം ഇത് യു എന്നുമാണ്. ഈ ആംഗിളാണ് നമ്മൾ തീറ്റ, കോസ് തീറ്റ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ∇f ആണെങ്കിൽ തീറ്റ 0 ആവുക എന്ന് പറയുമ്പം ഈ ∇f-ൻ്റെ മുകളിൽ ആംഗിൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതാണ് എന്താ, യു ആയിട്ട് മാറുന്നത്. ഈ ആംഗിൾ ഇവിടെ ഇതില്ല, ഇത് മാറും. ആംഗിൾ ഇല്ല എന്ന് പറഞ്ഞാൽ യു ഇങ്ങനെ നിൽക്കത്തില്ല. യു എന്ന് പറയുന്നത് എന്താ, ∇f-ൻ്റെ നേരെ മുകളിലേക്ക് വരും. ∇f-ഉം യുവും അവിടെ സെയിം എന്നല്ല എൻ്റെ അർത്ഥം, രണ്ടുപേരും സെയിം ഡയറക്ഷനിലാണ്, ആംഗിൾ ഇല്ല. ഇവർ രണ്ടുപേരും ഒരേ വാല്യൂ ആയിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ഇവർ രണ്ടുപേരും എന്തായിരിക്കാം, സെയിം ഡയറക്ഷനിലായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലായിക്കോണം. വിച്ച് മീൻസ് നമ്മുടെ ഡയറക്ഷണൽ വെക്റ്റർ യു ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ∇f. ∇f-ൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് യു. അപ്പോൾ നമുക്ക് ഇവിടെ എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ∇f എന്ന് പറയുമ്പോൾ നമ്മൾ ∇f കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മളടുത്ത് യു ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഓർത്തോളണം, യുവും ∇f എന്താ, സെയിം ഡയറക്ഷനിലാണ്. ഓക്കെ, ആ തരത്തിൽ യു നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള പറയാം. അപ്പോൾ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ 2 രീതിയിൽ ചോദിക്കാം. ഫൈൻഡ്
ഫൈൻഡ് ദ ഫംഗ്ഷൻ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെൽ എഫ് അറ്റ് ദ പോയിന്റ് ഫൈൻഡ് ചെയ്യാം. ഈ ഫംഗ്ഷൻ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഡെൽ എഫ് ഫൈൻഡ് ചെയ്യും. ഫൈൻഡ് ദ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്കവിടെ യുവും കൂടെ ഫൈൻഡ് ചെയ്യേണ്ടി വരും. അവിടെ അപ്പോൾ നമ്മൾ യു ഫൈൻഡ് ചെയ്യുമ്പോൾ യു എന്ന് പറയുന്നത് ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് എന്നുള്ള രീതിയിൽ ഫൈൻഡ് ചെയ്യും. പ്രോബ്ലം ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ നിങ്ങളിതൊന്ന് ഓർത്ത് വെച്ചേക്കുള്ളൂ. ഓക്കെ, ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഫൈൻഡ് ചെയ്യുന്ന കാര്യം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ. ഡെൽ എഫും യുവും സെയിം ആവണമെന്ന് നിർബന്ധമില്ല, സെയിം ഡയറക്ഷനിലെന്നേ ഉള്ളൂ. പിന്നെ ഡെൽ എഫ് എന്ന് പറയുന്ന ആൻസർ കിട്ടിക്കഴിയുമ്പം യു എന്ന് പറയുന്നത് ഈക്വൽ ടു ഡെൽ എഫ് എന്ന് പറഞ്ഞ് എഴുതാമോ എന്ന് ചോദിച്ചാൽ എഴുതാം. ചില ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് എന്ന് എഴുതിയിരിക്കണം. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറാണ്. ഈ യുവിൻ്റെ മോഡുലസ് എടുത്താൽ നമുക്ക് 1 കിട്ടണം. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ വരുമ്പോൾ യുവിൻ്റെ മോഡുലസ് 1 കിട്ടണമെങ്കിൽ ആ തരത്തിലായിരിക്കേണ്ട യു നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ യു എന്ന് പറയുന്നത് ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് എന്നുള്ള ഫോർമുല എടുക്കുക. എന്നിട്ട് ഡെൽ എഫ് ഡോട്ട് യു എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മോഡുലസ് ഓഫ് ഡെൽ എഫ് എന്നുള്ള രീതിയിൽ തന്നെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാൻ പറയുമ്പോഴേ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡെൽ എഫ് എന്ന് തന്നെ ഫൈൻഡ് ചെയ്യും. പറഞ്ഞിക്കൊള്ളാമെങ്കിൽ എല്ലാം മറക്കും. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ 3 രീതിയിലാണ് ചോദിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഫൈൻഡ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് ചോദിക്കും. അപ്പോൾ ഫംഗ്ഷൻ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് ആണ്. നമ്മൾ ഡെൽ എഫ് ഫൈൻഡ് ചെയ്യും. ഡയറക്ഷൻ യു കൂടെ ഫൈൻഡ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡെൽ എഫും യുവും ഒരേ ഡയറക്ഷനിലല്ലേ, അപ്പോൾ രണ്ടും ഒരേ ആൻസർ ആയിരിക്കില്ലേ? ഒരേ ആൻസർ ആവില്ല. കാരണം എന്താ? യു എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടറുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോഡുലസ് എടുത്താൽ 1 വരണം. അപ്പോൾ ആ തരത്തിലാവാൻ വേണ്ടിയിട്ടാണ് യുവിനെ ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ്. നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ യു ഫൈൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് എന്ന് ചോദിക്കും. ഇനി ഈ മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത് 3 ക്വസ്റ്റ്യൻസായി ഇവിടുന്ന് വരാൻ ചാൻസ് ഉള്ള. ആ 3 കാര്യം ഞാനിവിടെ പറഞ്ഞു. ഇനി മനസ്സിലായില്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഇനി രണ്ടാമത്തെ കേസ്, വെൻ കോസ് തീറ്റ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വാല്യൂ ആവുന്നത്. 0 ആണോ ചെറിയ വാല്യൂ? അല്ല, -1 ആണ് ചെറിയ വാല്യൂ. കോസ് തീറ്റ മിനിമം ആവുന്ന കേസ് അതെപ്പോഴാണ്? തീറ്റയുടെ വാല്യൂ പൈ വരുമ്പോൾ. അപ്പോൾ കോസ് തീറ്റ പൈ ആവുമ്പോൾ കോസ് പൈ എന്ന് പറയുന്നത് -1. അപ്പോൾ നിങ്ങളുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എങ്ങനെയായി മാറും? ആദ്യത്തെ നോക്കിക്കോളെ. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദ ഗിവൺ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ്. അതെവിടുന്നാണ് മൈനസ് വന്നത്? കോസ് തീറ്റ ഈക്വൽ ടു -1 വെൻ തീറ്റ ഈക്വൽ ടു പൈ. അപ്പം ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഫോമുല മൈനസ് ഡെൽ എഫ് ഫൈൻഡ് ചെയ്താൽ മതി. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ഡോട്ട് വെക്ടർ യു എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച് സമയം കളയണ്ട. ഓക്കെ, ഇനി ഇതിനെങ്ങനെയും നമുക്ക് പറയാം, എഫ് ഡിഗ്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി in the direction of minus del f. തീർന്നില്ല. ഇവിടെ നമ്മൾ ഫിഗർ വരച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ഡെൽ എഫ്. ഇതിനിടയ്ക്കുള്ള ആംഗിളാണ് എന്ത്? തീറ്റ. ഇവിടെ തീറ്റ എത്രയെന്ന് ഞാൻ പറഞ്ഞു? പൈ എന്ന് പറഞ്ഞാൽ 180. അപ്പോൾ ഇവിടുന്ന് ഒരു പ്രൊട്രാക്ടർ പോലെ മൊത്തം ഇത്രയും കവർ ചെയ്ത് വന്നാലേ 180 ആവത്തുള്ളൂ. അപ്പോൾ യു എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ടേക്കാണ് നിൽക്കുന്നത്. ഡെൽ എഫിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് യു. അപ്പോൾ പി ക്യു എന്ന് പറയുന്ന വെക്റ്റർ നമുക്കറിയാം. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ക്യു പി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക? നെഗറ്റീവ് സൈൻ ഇട്ടിട്ടല്ലേ എഴുതുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ പറയുന്നത് മൈനസ് ക്യു പി എന്നാണ് പറയുന്നത്, ജസ്റ്റ് ഓപ്പോസിറ്റ് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയും പറയാം ഡെൽ എഫിൻ്റെ യു എഴുതുക എന്ന് പറഞ്ഞാൽ ഡെൽ എഫിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം കുഞ്ഞുങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇവിടെ യു എന്ന് പറയുന്നത് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് ആയിരിക്കും. ഡെൽ എഫിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ യു എന്ന് പറയുന്നത് എന്താ? മൈനസ് ഡെൽ എഫ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം എന്നാണ് അർത്ഥം. അല്ല, യു ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ മൈനസ് ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് മൈനസ് ഡെൽ എഫ് എന്നുള്ള ഫോമുല കണ്ടുപിടിക്കാം. ഇവിടെ യു ഫൈൻഡ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ മൈനസ് ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് മൈനസ് ഡെൽ എഫ് ആയിരിക്കും നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, തീർന്നില്ല. ഈ 2 കേസിൽ തീരില്ല. മൂന്നാമതൊരു കേസും കൂടെ നിങ്ങൾക്ക് പറയുന്നുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു 0. നിങ്ങളുടെ മൂന്നാമത്തെ കേസ് അതാണ്. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. തീറ്റ 0 ആയപ്പം കോസിൻ്റെ വാല്യൂ എന്താ? 1 ആണ്.
വെൻ തീറ്റ ഈക്വൽ ടു 0 പറഞ്ഞില്ല, തീറ്റ ഈക്വൽ ടു പൈ പറഞ്ഞു. മൂന്നാമത്തെ കേസ് π/2. ഇത് കോസ് തീറ്റയുടെ ആൻസർ കോസ് π/2 എന്ന് പറയുന്നത് 0 ആവുന്ന കേസ്. കോസ് തീറ്റ 0 ആവുക എന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താവുകയാണ്? അവിടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0 ആയി മാറുകയാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് 0 ആയി മാറുകയാണ്. അതിൻ്റെ മീനിങ് എന്താ? ദർ ഇസ് നോ ചേഞ്ച്. ഈ യുവും ഡെൽറ്റ എഫും തമ്മിൽ നമുക്ക് എന്ത് π/2, യു എന്ന് പറയുന്നത് ഇയാളാണെന്ന് വെച്ചോ, ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് ഇത്, ഈ ആംഗിൾ എന്താ? π/2. π/2 വരുമ്പോൾ ഡെൽറ്റ എഫിന് ഓർത്തോഗണലായിട്ടാണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ഡെൽറ്റ എഫിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിങ്ങളുടെ യൂണിറ്റ് വെക്റ്റർ യു നിൽക്കുന്നത്. പെർപെൻഡിക്കുലറിന് മറ്റൊരു പേര് അവർ പറയുന്നത് ഓർത്തോഗണലായിട്ടാണ് നമ്മുടെ എന്താ യൂണിറ്റ് വെക്റ്റർ യു നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഈ അങ്ങനെയുള്ള യുവിനെ നമ്മൾ പറയുന്നത് 0 ഡയറക്ഷൻ ഓഫ് 0 ചേഞ്ച് ഇൻ എഫ് എന്നാണ്. ഇങ്ങനെ വരുമ്പോൾ പറയുന്നത് എന്തുവാണ്? 0 ചേഞ്ച് അല്ലെങ്കിൽ നോ ചേഞ്ച് എന്ന് പറയും. 0 ചേഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റൊരു വേർഡ് എന്തുവാണ്? നോ ചേഞ്ച്. അതായത് എനി ഡയറക്ഷൻ യു ഓർത്തോണൽ ടു ദ ഗ്രേഡിയൻറ്റ് ഡെൽറ്റ എഫ് ഈസ് എ ഡയറക്ഷൻ ഓഫ് 0 ചേഞ്ച് ഇൻ എഫ്. ഈ ഒരു വേർഡ് മാത്രം എൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്ത് വെച്ചത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും ദർ ഈസ് നോ ചേഞ്ച്, ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഫൈൻഡ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദർ ഈസ് നോ ചേഞ്ച് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ആലോചിക്കേണ്ടത്? തീറ്റ ഈക്വൽ ടു π/2 ആവുന്ന കേസാണ്. കോസ് തീറ്റ 0 ആവുന്നത്. അവിടെ ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഡെൽ എഫ് ഡോട്ട് യു എന്ന് പറയുന്ന ആൾ 0 ആയിരിക്കും എന്ന് മാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. ക്വസ്റ്റ്യനിൽ നോ ചേഞ്ച് എന്നോ 0 ചേഞ്ച് എന്നോ കണ്ടാൽ എന്തൊക്കെ ഓർത്തിരിക്കണം? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണെന്നൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ഡോട്ട് യു ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് ഇത്രയും കാര്യം എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഇതിനകത്തുള്ള പ്രോബ്ലം ചെയ്യാം. വേറെ ഒന്നും വേണ്ട. ക്വസ്റ്റ്യൻ ഇതേ വേർഡ് തന്നെ പറയും. ഫംഗ്ഷൻ ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറയുമ്പം ഡെൽറ്റ എഫ്, ഡിഗ്രീസസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽറ്റ എഫ്. ഇവിടെ ഡയറക്ഷൻ യു എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽറ്റ എഫ്, ഡിഗ്രീസസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽറ്റ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽറ്റ എഫ്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ വെറും യു എന്ന് പറയുന്ന ഡയറക്ഷൻ ഡെൽറ്റ എഫ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും. യു എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ചില ഇതിനകത്ത് ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ മൈനസ് ഡെൽറ്റ എഫ് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. തെറ്റല്ല, അതും ശരിയാണ്. നമ്മൾ പ്രിസ്ക്രൈബ് ടെസ്റ്റിനകത്ത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഈ എഴുതിയിരിക്കുന്നതും കറക്റ്റാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എലോങ് എ ഫംഗ്ഷൻ വിച്ച് ഇൻക്രീസസ് റാപ്പിഡ്ലി എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഡെൽറ്റ എഫ് ഡോട്ട് യു എന്ന് പറഞ്ഞ് ഫോമുല കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. എന്ത് ചെയ്താൽ മതി? ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഫൈൻഡ് ചെയ്താൽ മതി. ഡിഗ്രീസസ് എന്ന് പറയുകയാണെങ്കിൽ മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ്. ഇനി ക്വസ്റ്റ്യനിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് ചേഞ്ച് ഇല്ല അല്ലെങ്കിൽ 0 ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓർക്കേണ്ടത് ഡെൽ എഫ് ഡോട്ട് യു ഈക്വൽ ടു 0. അവിടെ ആംഗിൾ എന്ന് പറയുന്നത് π/2 ആണ്. ഇത്രയും കാര്യത്തിനെയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് പ്രോബ്ലം 3 മാർക്കിനോ ഒരു 5 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഇനി അടുത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഫോമുല എല്ലാം ഞാൻ ഒരു ഓർഡറിൽ എഴുതി വെച്ചേക്കുന്നുണ്ടോ. ഇതാണ് നിങ്ങളുടെ ഫോമിൽ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കുക കേട്ടോ. ഇൻക്രീസസ് ഡിഗ്രി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്നാണ്. ഇപ്പോൾ എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽറ്റ എഫ്. അതുപോലെ എഫ് ഡിഗ്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽറ്റ എഫ്. ഓക്കെ, ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ യു ഫൈൻഡ് ചെയ്യേണ്ട കേസിൽ നമ്മൾ ഈ ഡെൽറ്റ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽറ്റ എഫ് കണ്ടുപിടിക്കണം. ഇതേപോലെ എഫ് ഇൻക്രീസസ് എന്നുള്ളതിന് പകരം എഫ് ഡിഗ്രീസസ് എന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ യു എന്ന് പറയുന്നത് മൈനസ് ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ്. ഇനി ഈ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് തന്നെ ക്വസ്റ്റ്യനിൽ ചോദിക്കണമെന്നില്ല. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ വേറെ എഫ് ഇൻക്രീസസ് എന്നുള്ള രീതി ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഡെൽ എഫ് ഡോട്ട് യു എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട, വെറും മോഡുലസ് ഓഫ് ഡെൽ എഫ് ഫൈൻഡ് ചെയ്താൽ മതി. അതുപോലെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ വേറെ എഫ് ഡിഗ്രീസസ് എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ മൈനസ് ഡെൽ എഫ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇനി 0 ചേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ എന്താ പ്രശ്നം? അല്ലെങ്കിൽ നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അതായത് ഡെൽ എഫ് ഡോട്ട് യു എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് യു ഫൈൻഡ് ചെയ്യാൻ ചോദിക്കും. ഫൈൻഡ് യു എന്നുള്ള രീതിയിൽ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കേണ്ടത്. ഡെൽ എഫ് ഡോട്ട് യു ഇസ് ഈക്വൽ ടു 0. അതിൽ യു നമുക്ക് ഏതെങ്കിലും ഒരാൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഡെൽ എഫ് യു ഒരു വെക്ടർ ഒരെണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഡെൽ എഫ് എന്നുള്ള രീതിയിൽ. മറ്റേ ആൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇഷ്ടം കുറേ ആൻസർ വരാം. ഏത് പെർപെൻഡിക്കുലറായിട്ട് കുറേ വെക്ടർ വരാമല്ലോ, അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ആ വെക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റ് ഓർത്തിരുന്നാലേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് 3ഉം കൂടെ ബേസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുറേ തിയറി പറഞ്ഞിട്ട് വീഡിയോയുടെ ലെങ്ത് ഇപ്പോൾ തന്നെ 18 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി.
ഫൈൻഡ് ദ ഗ്രേഡിയൻറ്റ് ഡെൽറ്റ എഫ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, ഒരു ഡയറക്റ്റ് ആയിട്ട് ഡെൽറ്റ എഫ് തന്നെ ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചേക്കാണ്. ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് ദ പോയിന്റ് 1,1. F increases and decreases most rapidly. Direction in which F increases most rapidly, U is equal to delta F by modulus of delta F. ഈ ഫോമിൽ യൂസ് ചെയ്യണം. അതുപോലെ ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് F decreases, ഇത് രണ്ടാമത്തെ കാര്യം. F increases most rapidly in the direction of delta F എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഡെൽറ്റ എഫ് ആദ്യം ഫൈൻഡ് ചെയ്യണം. ഫൈൻഡ് ചെയ്തിട്ട് ആ ഡയറക്ഷൻ യു എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽറ്റ എഫ് എന്നുള്ള രീതിയിൽ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനും പ്രോപ്പർട്ടിയും തമ്മിൽ മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിക്കും. ഓൾസോ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഇൻക്രീസ് റാപ്പിഡ്ലി ആവുന്ന ഡയറക്ഷനിൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാൻ. ഡയറക്ഷണൽ ഡെറിവേറ്റീവിൽ ഈ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ വേർ എഫ് ഇൻക്രീസസ്, അതാണ് പറഞ്ഞത്. ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദിസ് ഡയറക്ഷൻ, അത് എഫ് ഇൻക്രീസസും ഡിക്രീസസും തൊട്ട് മുകളിൽ പറഞ്ഞ കേസാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? മോഡുലസ് ഓഫ് ഡെൽ എഫും ഫൈൻഡ് ചെയ്യണം. എഫ് ഡിക്രീസസ് എന്നുള്ള കേസിൽ പോയിട്ട് മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫും ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള വർക്കൗട്ട് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ കയ്യിൽ ഈ ഫോമിൽ നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സംഭവം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. എഫ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എഫ് എന്താ തന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ നമ്മുടെ അടുത്ത് ആദ്യം അവർ പറഞ്ഞിട്ടുണ്ട് ഗ്രേഡിയൻറ്റ് ഫൈൻഡ് ചെയ്യാൻ. ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ എന്താ കുഞ്ഞുങ്ങളെ? ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ ക്വസ്റ്റ്യനിൽ ഗ്രേഡിയൻ്റ് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ഗ്രേഡിയൻറ്റ് ഡെൽറ്റ എഫ് എന്ന് തന്നിട്ടുണ്ട്. ഡെൽറ്റ എഫ് നമ്മുടെ ഫോമിൽ എന്താണ്? ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസെഡ് ഇൻറ്റു കെ. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ കമ്പോണൻറ്റ് ഫോം എന്താണ്? ബ്രാക്കറ്റിനകത്ത് ഈ ഐ ജെ കെ ഒഴിവാക്കിയിട്ട് ഡോ എഫ് ബൈ ഡോ എക്സ് കോമ ഡോ എഫ് ബൈ ഡോ വൈ കോമ ഡോ എഫ് ബൈ ഡോ ഇസെഡ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഓൾറെഡി 2 വേരിയബിളേ ഉള്ളൂ. അപ്പോൾ ഈ 2 പേര് മതി. മൂന്നാമത്തെ ആൾ വേണമെന്നില്ല. ഡോ എഫ് ബൈ ഡോ എക്സ് എന്താ കുഞ്ഞുങ്ങളെ? ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സിന്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. പാർഷ്യൽ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് തന്നെ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0, സോ അത് എഴുതിയില്ല. കോമ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഇതെന്തുവാണ്? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y. തീർന്നില്ല. വി ഹാവ് ടു ഫൈൻഡ് ഗ്രേഡിയൻറ്റ് അറ്റ് ദ പോയിന്റ്. ഒരു പോയിന്റ് അവർ തന്നിട്ടില്ല. ആ പോയിന്റിൽ നമുക്ക് കണ്ടുപിടിക്കണം. ഡെൽ എഫ് അറ്റ് ദ പോയിന്റ് 1,1 ഇസ് ഈക്വൽ ടു എക്സിന് 1 വൈക്ക് 1 കൊടുക്കുമ്പോൾ ഇതെങ്ങനെ മാറും? 2,2. ഇതിൻ്റെ ശരിക്കും മീനിങ് എന്തെങ്ങനെ എഴുതുന്നതിൻ്റെ മീനിങ്? 2i പ്ലസ് 2j. ചില കുഞ്ഞുങ്ങൾക്ക് കമൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കോളേജിൽ ഐ വെച്ചിട്ടാണ് പഠിപ്പിച്ചതെന്ന്. അപ്പോൾ കമ്പോണൻറ്റ് ഫോമിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 2 എഴുതിയിട്ടുണ്ട്. കമ്പോണൻറ്റ് ഫോമും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാരാമീറ്റർ ഇതുപോലെ എന്തുവാ ഐ ജെ കൊടുത്ത് വെക്റ്റർ ഫോം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഞാൻ ഡെൽ എഫ് ഫൈൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇനി നമുക്കറിയാം അങ്ങോട്ട് മോഡുലസ് കൂടെ ഫൈൻഡ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ മോഡുലസ് ഓഫ് ഡെൽ എഫും കൂടെ എൻ്റെ ഒരു എളുപ്പത്തിന് ഫൈൻഡ് ചെയ്യണേ. റൂട്ട് ഓഫ് 2 സ്ക്വയർ എന്താ കുഞ്ഞുങ്ങളെ? 4. 4 പ്ലസ് 4 എന്ന് പറയുമ്പോൾ എന്താവും? റൂട്ട് 8. റൂട്ട് 8 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. കാരണം 8നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ടൈംസ് പോകുമ്പോൾ ഇത് 4ആണ്. 4നെ വീണ്ടും 2 ടൈംസ് പോകുമ്പോൾ 2. ഓക്കെ, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 റൂട്ട് 2 ആണ്. ഇതെങ്ങനെ എഴുതിയത്? ഈ 2 2 ഉള്ളതിൽ നിന്ന് ഒരാളെ ഞാനിവിടെ എഴുതി. അടുത്ത് പിന്നെ ഈ 2 ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം. സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്യാൻ തന്നെ 2 പേരിൽ ഒരാളല്ലേ? 4ൻ്റെ റൂട്ടാണ് എന്തുവാ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ 2 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാനിവിടെ എന്ത് ചെയ്തത്? ഈ 2 ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം എടുത്താൽ മതി. വീണ്ടും 2 ഉണ്ടെങ്കിൽ അതിലൊരെണ്ണം. അതിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ 2 പേരിൽ ഒരു 2 ഇവിടെ എഴുതി. ബാക്കിയുള്ള ആളെ റൂട്ട് 2 ഇങ്ങനെ എഴുതിക്കോ. അല്ലെങ്കിൽ റൂട്ട് 8 എന്ന് പറഞ്ഞ് നിർത്തിയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ 2 റൂട്ട് 2 എന്ന് പറഞ്ഞ് എഴുതി. ഡെൽ എഫ് വരെ. അപ്പോൾ ഇതുവരെ ഞാൻ എൻ്റെ ക്വസ്റ്റ്യനിൽ ഡയറക്ഷണൽ ഗ്രേഡിയൻറ്റ് ഫൈൻഡ് ചെയ്യാന്നുള്ള പാർട്ട് മാത്രമേ ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. ഇനി ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. അപ്പോൾ നമുക്കറിയാം എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി in the direction of delta f. ഡെൽറ്റ എഫിൻ്റെ ഡയറക്ഷനിലാണ് എഫ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 2,2. നമുക്ക് ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഇൻക്രീസസ്. അപ്പോൾ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ എഫ് എന്ന് ഏതെങ്കിലും കോളേജ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അങ്ങനെ പഠിപ്പിച്ചുള്ളവർ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽറ്റ എഫ്. സിൻസ് യു ഒരു യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഫോമുലയും പറയുന്നത്. അല്ല യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ എഫ് എന്ന് ആരെങ്കിലും പഠിപ്പിച്ചെങ്കിൽ അതും പക്ക കറക്റ്റാണ്. അങ്ങനെയുള്ളവർ എന്തുകൊണ്ട് കറക്റ്റാന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഡെൽറ്റ എഫ് ബൈ നിങ്ങൾ കണ്ടുപിടിക്കുന്ന യു ഇല്ലേ ഡെൽറ്റ എഫ് എന്നുള്ളത്, അതിൻ്റെ യൂണിറ്റ് വെക്ടർ ആകുമ്പോൾ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഫൈൻഡ് ചെയ്ത് നോക്കൂ?
നിങ്ങൾക്ക് ഡെൽറ്റ എഫ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഡയറക്ഷൻ യു എന്ന് പറയുന്നത് നിങ്ങൾ ഡെൽറ്റ എഫ് എന്നാണ് എഴുതുന്നതെങ്കിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുമ്പോൾ യുവിൻ്റെ സ്ഥാനത്ത് ഡെൽറ്റ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽറ്റ എഫ് കണ്ടുപിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഡെൽറ്റ എഫ് എന്നുള്ള രീതിയിൽ തന്നെ കിട്ടും. ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആവത്തില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ കോളേജിൽ എങ്ങാനും ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡെൽറ്റ എഫ് എന്ന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണ്, തെറ്റല്ല. ഓക്കെ, നമ്മൾ ഈ പഠിക്കുന്നതും ടെസ്റ്റിൽ എഴുതിയിരിക്കുന്ന മെത്തേഡാണ്, ഇതും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അതിൻ്റെ പ്രൂഫാണ് ഈ പറഞ്ഞത്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ഓക്കെ കുഞ്ഞുങ്ങളെ, ഇപ്പം നമ്മൾ എന്താ പറയുക, ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി the direction of delta f is u is equal to delta f by modulus of delta f, which is equal to modulus of delta f 2 root 2 ആണെൻ്റെ കുഞ്ഞുങ്ങളെ കയ്യിലുണ്ട്. ഡെൽറ്റ എഫിനകത്തുള്ള ഓരോ ആൾക്കാരെയും ഈ 2 root 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ 2 2 ക്യാൻസൽ ആവുന്നുണ്ട്, ഇവിടെ 2 2 ക്യാൻസൽ ആവുന്നുണ്ട്. സോ ഈ ആൻസർ എങ്ങനെയാണ് വരുന്നത്? 1/√2, 1/√2. സംശയമുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാം, ഇത് 1/√2i + 1/√2j രണ്ടും സെയിം തന്നെയാണ്. ഇങ്ങനെ ബ്രാക്കറ്റിലിട്ട് എഴുതുന്നതും ഇതും സെയിം തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ ഇവിടെ തീർന്നില്ല. ഓൾസോ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പം ഡെറിവേറ്റീവ് അത് ഞാൻ എല്ലാം ഒന്ന് ചെയ്യുവാണേ. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ f increases most rapidly is equal to എന്തുവാ? മോഡുലസ് ഓഫ് ഡെൽ എഫ്. ഞാൻ ഈ ഫോർമുല എഴുതുന്നില്ലേ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ വെയർ എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡെൽ എഫ്. നിങ്ങളുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇവർ ചോദിച്ചു ഡെറിവേറ്റീവ് എന്ന് മാത്രമേ ചോദിച്ചു എന്നതിൻ്റെ മീനിങ് എന്താ? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നാണ്. മോഡുലസ് ഓഫ് ഡെൽ എഫ് നമ്മൾ നേരത്തെ ഫൈൻഡ് ചെയ്തേക്കില്ലേ, 2√2 കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, തീർന്നില്ല. ഇനി നമുക്ക് എഫ് ഡിഗ്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ, ആ ക്വസ്റ്റ്യൻ കൂടി ചെയ്യണ്ടേ? ഇവിടെ ഇൻക്രീസസ് എന്ന് പറഞ്ഞതിൻ്റെ കേസാണ് ഞാൻ ഈ 3 എണ്ണവും കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഇനി അടുത്ത ഡിഗ്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറയുമ്പോൾ മൈനസ് ഡെൽ എഫ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കിയോ നിങ്ങളെ, നമ്മൾ എഫ് ഡിഗ്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഒത്തും എഴുതുന്നില്ല ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഡെൽ എഫ്. അപ്പം മൈനസ് ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസറിനകത്തെല്ലാം ഒരു നെഗറ്റീവ് കൊടുത്തിട്ടിരുന്നാൽ മതി. ഇതിൻ്റെ മറ്റൊരു രീതിയിൽ എഴുതിയാൽ -2i -2j എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അതുപോലെ ഡയറക്ഷൻ ഇൻ വിച്ച് ഡിഗ്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറയുന്നത് u is equal to മൈനസ് ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ്, മൈനസ് ഡെൽ എഫ്. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് മൈനസ് ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. മോഡുലസ് ഓഫ് മൈനസ് ഡെൽ എഫ് എന്ന് പറയുമ്പോഴും ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -2ൻ്റെ സ്ക്വയർ 4 ആണ്, പ്ലസ് -2ൻ്റെ സ്ക്വയർ 4 വിച്ച് ഈസ് ഈക്വൽ ടു √8. √8 എന്ന് പറഞ്ഞാൽ 2√2 തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? -2/2√2, -2/2√2. 2 ക്യാൻസൽ ആകുമ്പോൾ -1/√2 -1/√2 വരും. ദിസ് ഇസ് ഈക്വൽ ടു -1/√2, -1/√2. ആൻസറായി. തീർന്നില്ല, നമുക്ക് വേറെ എന്തുകൂടെ ഫൈൻഡ് ചെയ്യണം? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കൂടെ ഫൈൻഡ് ചെയ്യണം അല്ലേ? അപ്പം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഡിഗ്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇങ്ങനെ നമ്മൾ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എന്തുവാ? മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ്. മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾ ഡെൽ എഫ് എന്ന് പറയുന്നത് 2√2 മൈനസ് ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ 2√2, അല്ല നെഗറ്റീവ് സൈൻ ഇട്ട് എഴുതിയാൽ മതി, -2√2. അതായത് ഒരു ഡയറക്ഷൻ ഇൻക്രീസസ് എന്ന് പറയുമ്പം പോസിറ്റീവ് സൈഡായിരിക്കും, ഡിഗ്രീസസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈഡായിരിക്കും. അപ്പോൾ ആ ഡിഗ്രീസസിൻ്റെ ആൻസറിനകത്ത് നെഗറ്റീവ് വരണം എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ് എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടി. കാരണം കോസ് തീറ്റ പൈ വരുമ്പോൾ -1 വരുന്ന കേസല്ലേ. സോ ഡയറക്ഷൻ ഡെറിവേറ്റീവ് മൈനസ് ആവുന്നുണ്ട്. അപ്പോൾ മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ്, കൺഫ്യൂസ്ഡ് ആവരുത് രണ്ടും കൂടെ.
അപ്പം ഇതാ നമ്മുടെ ക്വസ്റ്റ്യൻ. എല്ലാം കൂടി ഞാൻ എഴുതി കൊളാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഫോമുല നമ്മുടെ കയ്യിലുണ്ട്. ആ ഫോമുല വെച്ചിട്ട് ബാക്കി പ്രോബ്ലം ചെയ്യാനേ ഉള്ളൂ. ഇനി ഞാനൊരു 2-3 ക്വസ്റ്റ്യൻസും കൂടി എൻ്റെ കൂടെ അടുത്ത വീഡിയോയിലായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോമുല കുഞ്ഞുങ്ങളുടെ കയ്യിൽ വെച്ചേക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാനേ നോക്കണ്ട. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഈ ഫോമുല നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ടീച്ചർ എന്താ ചെയ്യണേന്നുള്ളത് നോക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. എന്നിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്കോ കൺഫ്യൂഷനോ തോന്നുകയാണെങ്കിൽ മാത്രം വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. സ്വന്തമായിട്ട് 2 പ്രോബ്ലം ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.